ഇന്നും മുഴുവൻ കഴിച്ചില്ല. ഇത് മുരിങ്ങത്തോളണപ്പാ. എൻ്റെ കൂട്ടുകാരനെ കളിയാക്കാറ്. എന്നും ഈ മുരിങ്ങയൊക്കെ എന്നെ തീറ്റിക്കാറ്. ഓ പിന്നെ കുളി കഴിഞ്ഞ് വരി, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. ലക്ഷ്മി, കാപ്പി ആയില്ലേ? തൊട്ട് ഓര് തന്നെ. നിങ്ങൾക്ക് കാപ്പിയും പലഹാരവും കഞ്ഞിയും ചോറും ഉണ്ടാക്കി ഞാനിവിടെ ഭർത്താവോ മോനോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുക. നിങ്ങളാണെങ്കിലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുക. ലക്ഷ്മി, എന്തൊക്കെയാ നീ പറയുന്നേ? ആഹാ, ഞാൻ പറയുന്നതാ തെറ്റ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റില്ലേ? ഭസ്മം തൊട്ട് നടന്നോണ്ടായില്ല. എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയാനുണ്ടായത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയുന്നേ? അല്ലെങ്കിലും എത്ര സുന്ദരിയായ ഭാര്യ വീട്ടിലുണ്ടെങ്കിലും അന്യ പെണ്ണുങ്ങളെ കാണാനാണ് ഈ ആണുങ്ങൾക്ക് താല്പര്യം. എന്നെ സ്കൂട്ടറിന്റെ പിന്നിലെത്തി വണ്ടി ഓടിച്ചു പോകുമ്പോ നിങ്ങൾ കണ്ണ് ഞാൻ ശ്രദ്ധിക്കില്ലെന്നാ വിചാരം? ലക്ഷ്മി, ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ... എന്റെ ലക്ഷ്മിയോ? എന്റെ തുളസിയല്ലേ. മഴയെ തൊട്ടിപ്പിടിച്ച് നടന്നു പോകുന്ന തുളസി. എന്റെ അമ്മ പണ്ടേ പറയാറുണ്ട്, ഈ ആണുങ്ങളൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. അന്ന് ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പോഴെനിക്ക് പിടികിട്ടി, എനിക്കിത് വേണം. ഏതു നേരവും ഭർത്താവും മോനെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൽ പോലും പോവാതെ ഈ അടുക്കളയിൽ എന്റെ ജീവിതം കത്തിത്തീർന്നു. അതിനുള്ള കൂലിയാണ് എനിക്ക് കിട്ടിയത്. ലക്ഷ്മി, നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മിണ്ടരുത്. എനിക്ക് മതിയായി. ആര് വേണമെങ്കിലും കൊണ്ട് താമസിപ്പിച്ചോ, ഞാൻ എന്റെ പാട്ടിന് പോയിക്കോളാം. ഏത് മഴ, ആര് നനഞ്ഞു? ലക്ഷ്മി, എൻ്റെ ഫോൺ അടിക്കുന്നു. ആരാ നോക്ക്. ശ്ശോ.
ഭവതിയുടെ മഹാരാജൻ സദാനന്ദൻ തിരുമനസ് എഴുന്നേറ്റില്ലേ? അതോ ഇപ്പോഴും പണിയുറക്കത്തിലാണോ? എനിക്ക് മനസ്സിലായില്ല. എക്സാക്ട്ലി. കേട്ടില്ലേ? ചില തെണ്ടികൾ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചു ചോദിക്കും, ആരാ ആരാ ആരാ. അവന്റെ അമ്മായിയപ്പന്റെ ഫോണ് പോലെയാ എന്റെ ഫോണിലേക്ക് വിളിച്ച് ഞാൻ ആരാണെന്ന്. മാന്യന്മാരങ്ങനെയല്ല. ഹലോ, ഞാൻ ഇന്നയാളാണ് വിളിച്ചത്. അതാണ് മാന്യത. ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അടിയോടിപ്പറമ്പത്ത് തുളസീധര കൈമൾ. എന്റെ അച്ഛനും അമ്മയും അരസികന്മാരും പഴയ മാടമ്പികളുമായിരുന്നു. നല്ല തങ്കം പോലത്തെ ഒരു കുടുംബിന് പേരിട്ടതോ 1.5 കിലോമീറ്റർ നീളമുള്ള അടിയോടിപ്പറമ്പ്. മാണ്ണാങ്കെട്ട ഒരു കാലാബോധം വേണ്ടേ? ഞാൻ അതിനെ കൊന്ന് കഷ്ണമാക്കി. അതിലെ മൃദുലമായ ഭാഗമെടുത്ത് തുളസി. ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മഴ നനഞ്ഞ മണ്ണിന്റെ ഗന്ധമേറ്റപ്പോൾ ഞാൻ എന്നെയാണ് ഓർത്തത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ മഴ കടന്നു വരാറുണ്ടായിരുന്നല്ലോ. നനഞ്ഞൊട്ടിയ ശരീരവുമായി എത്ര നേരം നമ്മൾ കുടഞ്ഞു വർത്തത് നടക്കാറുണ്ട്. കൈവിട്ടു പോയതൊന്നും മടങ്ങി വരില്ലെന്നറിയാം. ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. എനിക്ക് നിന്നെ കാണണം, നിന്റെ തുളസി. ഇന്നലെ നിങ്ങളായിരുന്നോ? ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ഇടയിൽ ഒന്ന് പറഞ്ഞോട്ടെ, നീ ഭാഗ്യവതിയാണ്. ഒരു സഞ്ചാരി എന്ന നിലയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശുദ്ധനായ മനുഷ്യൻ നിന്റെ സദാനന്ദനാണ്. അയ്യോ, ഇവിടെയാണോ ഇരിക്കുന്നത്? അകത്തേക്ക് ഇരിക്കാം. കുഴപ്പമില്ല. ഞാനെപ്പോഴും പട്ടുമെത്തയിൽ കിടക്കണമെന്നല്ല. ഈ ഫ്രഷ് എയർ ഒന്ന് ആസ്വദിച്ച് അകത്തേക്ക് കയറാം. എവിടെയാ വീട്? സ്ഥിരമായി 4 ചുമരിൽക്കുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കാൻ എനിക്കാവില്ല. എന്നും പുതുമ. എന്നാലും ജനിച്ചു വളർന്നൊരു സ്ഥലമില്ലേ? വീടില്ലാതെയും കാശില്ലാതെയും പറവളെപ്പോലെ ജീവിക്കാനാകുമെന്ന് ഞാൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിന്നോട് മാത്രം പറയാം, ഒരേ ഒരു പെങ്ങളും കെട്ടിയോനും ചതിയിലൂടെ അടിച്ചു മാറ്റി. എനിക്ക് വീടില്ല. ഭാര്യ? അതിനൊരവസരം ഞാൻ ഉണ്ടാക്കിയില്ലെന്നാണ് സത്യം. കവിതയാണ് എൻ്റെ കാമുകിയും ഭാര്യയും അമ്മയും. ശരി തന്നെ. എന്നാലും സ്വന്തമായൊരു... അങ്ങനെ എനിക്കും തോന്നിയൊരു നാൾ ഞാൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു. ജന്മനാട്ടിലെ പ്രമാണിയായിരുന്ന പട്ടത്തി വീട്ടിൽ അനന്തൻ നായരുടെ മോളെ ഞാൻ അഗാധമായി പ്രണയിച്ചു. എന്നിട്ട് അവളുടെ വിവാഹ തലേന്ന് ധീരനായ ഞാൻ അവളുടെ വീട്ടിൽ കയറി ചെന്ന് 4 ആങ്ങളമാരോടും കൂടി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പെങ്ങളെ വേണമെന്ന്. അയ്യോ, അവരെന്ത് പറഞ്ഞു? അവരൊന്നും പറഞ്ഞില്ല. 4 പേരും എന്നെ പഞ്ഞിക്കിട്ടു. അവൾ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരണമായിരുന്നു. വേണ്ടിയിരുന്നു. പക്ഷേ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ ആദ്യമായി കാണുന്ന ഒരാളുടെ കൂടെ എങ്ങനെയാ ഇറങ്ങി വരിക? ഈശ്വര, എങ്കിൽ നന്നായി അടി കിട്ടിയത്. ഞാൻ കീഴടങ്ങാൻ തയ്യാറല്ലെങ്കിലോ? എന്നിൽ പ്രതികാരം കത്തിജ്വലിച്ചു. ആ അഗ്നിജ്വാലയിൽ നിന്നും ഒരു കവി ആവിർഭവിച്ചു. അങ്ങനെ എന്റെ ആദ്യ കവിത പിറന്നു. പട്ടണത്തിലുള്ള ഒരു പട്ടികളൊക്കെയും പട്ടണത്തിൽ പോയി പട്ടിണിയായി. പട്ടത്തിന് ഈ ഒരു പട്ടിയെയും വേണ്ട, പാട്ടിന് പോടാ പട്ടികളെ. എന്നോടാ കളി. നല്ല രസമുണ്ട്. നിങ്ങളൊരു സംഭവം തന്നെ. ആട്ടെ, ബസ് പോലും ഈ സമയത്തില്ല. ഇത്രയും രാവിലെ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ ഇന്നലെ പലതവണ സൗദൂനെ വിളിച്ചിരുന്നു. പക്ഷെ അവൻ ഫോൺ എടുത്തില്ല.
ആ വളവിലുള്ള ഡിസ്പെൻസറിയുടെ തെക്ക് ഭാഗത്തുള്ള കള്ളുഷാപ്പിൽ കയറി സ്വൽപ്പം തീർത്ഥം സേവിച്ചു. ഷാപ്പടയ്ക്കാൻ സമയമായെന്ന് പറഞ്ഞ് തടിമാടന്മാർ ബഹളം വെച്ചപ്പം അതിനടുത്തുള്ള ആൽത്തറയിൽ ഒന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. കള്ളിലും മായം, സർവത്ര മായം. ഇടയ്ക്കെപ്പോഴോ മുഖത്ത് മഴ പെയ്തപ്പം നേരം പുലർന്നിരുന്നു. ഇന്ന് മഴ പെയ്തോ? അതൊരു പാട്ടി മൂത്രമൊഴിച്ചതാ. അയ്യേ, മുഖത്തോ? അങ്ങനെ പറയരുത്. കയ്യിലുള്ള കാശ് കൊടുത്ത് മായമുള്ള കള്ളു വാങ്ങി കുടിച്ച എന്നോട് അങ്ങനെ പറയരുത്. കെമിക്കലില്ലാത്ത ശുദ്ധമായ തീർത്ഥമാണ് ആ പട്ടി തളിച്ചത്. ആട്ടെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? അയ്യോ, ഞാനത് മറന്നു. ഇപ്പൊ ശരിയാക്കാം. അത് കുഴപ്പമില്ല. ആയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് പല്ലുതേപ്പും കുളിയും നടത്താമെന്ന് വിചാരിച്ചു. തവണ ആദ്യമാക്കി കളയാം. സതുവേട്ടാ, സതുവേട്ടാ, ആരാ വന്നേ നോക്കിയേ. പാവം നല്ല ഉറക്കത്തിലാ. സദാനന്ദൻ മഹാരാജാവ് എഴുന്നള്ളിയാലും അതോ ഞാൻ അങ്ങോട്ട് വരണോ? ആ, നീ എപ്പോ എത്തി? ഒരു അറിയിപ്പും ഇല്ലാണ്ട്. എന്റെ മെസ്സേജ് കണ്ടാൽ നിനക്കറിയില്ലേ ഞാൻ എത്തുമെന്ന്. മെസ്സേജോ? എപ്പോ? ഇങ്ങനെയാണ് തുളസിയേട്ടാ ഈ സതുവേട്ടൻ. ഫോണൊക്കെ ഒരു മൂലയിലിട്ട് വായന തന്നെ വായന, പരിസരം മറന്നുള്ള വായന. എന്നിട്ട് ഊണമില്ല, ഉറക്കൂല. ശരീരം കണ്ടില്ലേ, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആ, നിങ്ങൾ എന്താണ് എന്തെങ്കിലും പറഞ്ഞിരിക്കും. ഞാൻ ബെഡ് കോഫി കൊണ്ടുവരാം.